ചിലർ പറയുന്നുണ്ട് സാറേ എന്ത് കാര്യത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും തടസ്സം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് വാസ്തുപ്രകാരവും ഫെങ്ഷു പ്രകാരവും അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് കരുതുക. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സമായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് അനുഭവം. അതേ സംഭവം തന്നെയാണ് തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ വീട്ടിനകത്തോ പുറത്തോ ടോയ്ലറ്റ് വന്നാലും ഇത് തന്നെ സംഭവിക്കും. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളതിന് റെമഡി ചെയ്യുക. ഇപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ നിങ്ങൾ ഓടിപ്പോയി പൊളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഇളക്കി മാറ്റാനോ നിൽക്കേണ്ട. നിങ്ങൾ അത് ആദ്യം പരിഹാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് എന്താണ് ഇതിനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് അത് കൃത്യമായി ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ രണ്ട് സെപ്റ്റിക് ടാങ്കും ഇല്ല, ഇതും ഇല്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അതെന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ബാക്ക് സപ്പോർട്ടിങ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. എന്താണ് ബാക്ക് സപ്പോർട്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിൽ ശക്തമായ ഒരു മതിലോ അല്ലെങ്കിൽ മറ്റൊരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു മൗണ്ടനോ അല്ലെങ്കിൽ വേറെ ഒരു വീടോ ഒക്കെ വരികയാണെങ്കിൽ നമുക്കതൊരു ബാക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാക്ക് സപ്പോർട്ടിംഗ് നമുക്കില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രധാന വാതിലിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റൊരു ബ്ലോക്കോ വന്നിരുന്നാലും ഇതേ പ്രോബ്ലം തന്നെ ഉണ്ടാവും. അപ്പം ബാക്കിൽ നമുക്കൊരു മൗണ്ടൻ വേണം, അതേ സമയത്ത് ഫ്രണ്ടിലാണെങ്കിലോ ഒരു ഓപ്പൺ പ്ലേസ് വേണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വീട് നിർമ്മിക്കണം. അടുത്തത്, നക്ഷത്രങ്ങൾ. ഇപ്പോൾ ഒരു 2-5 കോമ്പിനേഷനിലാണ് നമ്മൾ കിടക്കുന്നതെന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ ബെഡ്റൂം എൻട്രൻസ് എന്ന് നോക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർച്ച നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു 2-5 കോമ്പിനേഷനിൽ നമ്മുടെ എൻട്രൻസ് വരാതെ നമ്മളതിനെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് ഫെങ്ഷുയിൽ സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഫെങ്ഷുയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ്. ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ 4 ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ്. ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ്. അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത്. അതുപോലെ 4 ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഫെങ്ഷുയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിറർ, അതോടൊപ്പം തന്നെ ഡബിൾ 8 സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന. അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ്, ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട്. ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ ഉപയോഗിക്കുന്ന 6 റോഡ് വിൻഡ് ചെയിൻസും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെങ്ഷു കിറ്റാണ് ഇത് ഒരു വെൽത്ത് ബേസ് ആണ്. ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട്. അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വെക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ, ഗോൾഡ് ഉണ്ട്, അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട്. അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട്. ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോണാണ്. അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് ബേസ് ആണ് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം. അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട്, ആ സ്ഥലങ്ങളിലും ഇത് വെക്കാം.
ഉപയോഗിക്കാവുന്നതാണ്. ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ്, പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ്. അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപതിക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അതിൻ്റെ യഥാവിധി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപതിക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, ഇപ്പോൾ 10 കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ 50 കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗതിയുമില്ല, വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്, വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടിനെ മാറ്റാനായിട്ട് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇത് അമറ്റിസ്റ്റിൻ്റെ സ്റ്റോൺ ആണ്. ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ട് ഉണ്ട്. ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. സിട്രിൻ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡ് ആണ്. ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫെങ്ഷുവൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടൈഗർ ഐ, നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ആണ്. തോട്ട് ചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് കരിങ്ങാലി മാല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലി മാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓം മണി പത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിനകത്ത് മൾട്ടി കളറാണ്. അപ്പോൾ ഇത് 7 ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ 7 ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ 7 ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രീൻ ജേഡ് എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതിൽ 1-2 ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഒത്തിരി സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സിട്രിൻ്റെ സ്റ്റോൺ ആണ്, സിട്രിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട്. ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൻ്റെ പെൻസിലുണ്ട്, ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം. ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത്, ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടും നമ്മളെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നല്ലതാണ്. ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലിൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻ ഇതെല്ലാം റിലീഫ് ആവും. നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം. ഇത് ഇത്തിരി വലിയ സൈസാണ്, അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.